ചോദിക്കുന്നത് ഇത്രയും സൗകര്യം നൽകിയ ദൈവം ഇത്രയും സൗകര്യം എന്ത് സൗകര്യം തന്നത്? ഇത്രയും സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അധ്വാനിക്കുന്നത്, ഞാൻ ചെയ്യുന്നത്, ഞാൻ ഉള്ളതിലേക്ക് പോകുന്നു. സാറിന് കണ്ണ്, മൂക്ക്, കൈ, കാല്, ഹൃദയം, എല്ലാ ജീവികൾക്കുണ്ട്. എല്ലാ ജീവികൾക്കും ദൈവം കൊടുക്കുന്നതെന്ന് എല്ലാം ഇതുണ്ടല്ലോ. ആദ്യമായിട്ട് കാറുകൾ കാണുന്നത്. അപ്പോൾ ഒരു കാറിന് അയാൾ മനോഹരമായി പഠിച്ചു, ഭയങ്കര സംഭവം കാർ മനസ്സിലായി. എന്നാൽ എന്താ മനസ്സിലാക്കുന്നത്? ഒന്നുകൾ ഇങ്ങനെ മനസ്സിലാക്കാം. സാർ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ പിന്നിൽ കാർ കമ്പനി ഉണ്ടാവില്ല, ടൊയോട്ട, സുസുക്കി, മാരുതി ഉണ്ടാവില്ല. പറഞ്ഞ കറക്റ്റല്ലേ? നിങ്ങളുടെ ശരീരത്തിലേക്ക് തന്നെ നോക്ക്, എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കണ്ണുകൾ, മൂക്ക്, വായ, ചെവി എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത് അല്ലേ? എന്താണ് നിങ്ങളോട് ഈ ലോജിക്കിനെ പറ്റിയിട്ട് ഞാൻ പറയേണ്ടത്? ഈ ലോകത്ത് ജനിക്കുന്ന 100 കുട്ടികളിൽ ഒരു കുട്ടിയെങ്കിലും വൈകല്യത്തോടു കൂടിയാണ് ജനിക്കുന്നത്. കണ്ണ് കാണാത്തവർ, ചെവി കേൾക്കാത്തവർ, സംസാരിക്കാൻ കഴിയാത്തവർ, കൈകൾ കാലുകൾക്ക് വൈകല്യമുള്ളവർ, ബുദ്ധിക്ക് വൈകല്യമുള്ളവർ, ഓട്ടിസം ബാധിച്ച കുട്ടികൾ, ഇങ്ങനെ കൺമുന്നിൽ ലക്ഷക്കണക്കിന് ഉദാഹരണങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾ പറയണത് ദൈവം പെർഫെക്റ്റ് ആയിട്ടാണ് മനുഷ്യൻ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഈ വയ്യാതെ ജനിക്കുന്ന, ഈ ഓരോ വൈകല്യത്തോടെ ജനിക്കുന്ന കുട്ടികളെ നിങ്ങൾ എന്തു പറയും? ഒറ്റ സംഭവത്തിൽ തന്നെ നിങ്ങളുടെ ലോജിക്ക് പൊളിഞ്ഞ് പപ്പടായില്ലേ? ഇനി അടുത്തത് കാറിൻ്റെ ഉദാഹരണം പറയുന്നുണ്ട്. കാർ ഉണ്ടാക്കിയത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഉദാഹരണം പറയുന്നുണ്ട്. ഞാനൊരു 1,00,000 കാറുകൾ കാണിച്ചു തരാം, പെർഫെക്റ്റ് ആയിട്ടുള്ളത്, ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത 1,00,000 കാറുകൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റും. നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാത്ത ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? ഒരൊറ്റ മനുഷ്യനോ, ഒരു വേദനയോ, ഒരു പ്രശ്നമോ, ഒരു രോഗമോ ഇല്ലാത്ത ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? കാണിച്ചു തരാൻ പറ്റില്ല നിങ്ങൾക്ക്. അപ്പോൾ ഇമാതിരി ലോജിക്കില്ലാത്ത ലോജിക്ക് കൊണ്ട് വരരുത് പ്ലീസ്.